പെണ്ണ് കാണാതെ ഉറപ്പാ. ഉറപ്പാണോ? ഉറപ്പാണ കണ്ണിലെ പെണ്ണെ തന്നെ നമുക്ക് കുടിക്കണ്ടേ. ഒന്ന് വണ്ടി കയറാ. കേട്ടോ എടാ ഒരു പ്രശ്നമുണ്ട്. അല്ല ഈ ഇന്നലെ എത്ര ഒരുങ്ങി കിട്ടിയൊന്ന്? പെണ്ണാണല്ലേ അല്ലേ? ചെക്ക ഞാനല്ലേ? അതാണ് പ്രശ്നോ? ചെക്ക് ഞാനാവാ. എടാ അതല്ലടോ, ഏട്ടൻ വരുന്നുണ്ട്. അതിനെന്താടോ പോന്നോട്ടെ. എന്റെ ഏട്ടനോ? ആകാശേട്ടനോ? അയാളുടെ ഞാനല്ല മോനെ, നിങ്ങൾ പോയാതി. അയാളുണ്ട് ഞാനില്ല മോനെ, ഞാൻ വരൂല. അയാളുണ്ട് ഞാൻ വരില്ല. എടാ 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 വാട, ഞാൻ അയാളും കൂടെ പോയാൽ ശരിയാ. എനക്കൊന്നും ഓർമ്മല്ലേ? എടാ കഴിഞ്ഞ വിഷുവിന് ഞാൻ മൂത്രയ്ക്കുന്നിടത്ത് വന്ന അയാളെ പടക്കം കത്തിച്ചേറി 2 ദിവസം ഉണ്ടായിരുന്നു ആടുന്ന തരിപ്പ്. അയാൾക്ക് പണ്ടുള്ള എന്റെ ദൂരകാമ്പിച്ചിനൊരു ഞാനില്ല. പ്രോട്ടസ്റ്റ് കഴിഞ്ഞ് ഇനി ഡെയിലിയും കിട്ടിയാൽ മതി. കൊള്ളാലോ ഇയാള്. ഹലോ ഹലോ അല്ലേ ഞങ്ങൾ ഈ പെണ്ണ് അതെ അച്ഛാ, ചെക്ക പെണ്ണ് ഞാനാട്ടോ. അത്താ നമസ്കാരം. അടി 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 പിടിച്ചോ, റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടി പോയി അടിച്ചിട്ട് വരാൻ. ഞാൻ പെണ്ണ് കാണാൻ വന്നേ. ഇയാക്കെന്താ പല്ലുവേദനയോ? ഓ കഴുത്തുവേദനയാണോ? മുട്ടുവേദനയാണോ? മരുന്നുണ്ടല്ലോ, വാദത്തിന്റെ ആയിരിക്കും. ഇയാളെന്താ ഇവിടെ കിടക്കുന്നേ? അത് ധാരാളം സ്ഥലം ഉണ്ടല്ലോ, അടിച്ചു കേറി വാ. നീക്കി അടി കിട്ടി, ഇനി വേണ്ടി കേറി വാ. അച്ഛോ ഇരിക്കാം. രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ. മോളെ പെണ്ണ് കാണാനുള്ള എത്തിട്ടോ? അല്ലയോ പെണ്ണുകളല്ലോ? അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അയ്യോ അച്ഛാ പുറമൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ പൈസ കൊടുത്ത് ഞാൻ തന്നെ അടിപ്പിച്ചതാ. അല്ല ഇതേതാ ചെക്ക? ഇവനല്ല ചെക്ക, ഞാനാണ്. ഇതേതാ പെണ്ണ്? പോയിന്റെ പെണ്ണിനെ വിളിക്ക്. അല്ല സോറി, എന്നെ വിളിക്കാനേ. നല്ല തായ മിത്തില്ല. മോളെ മിച്ചെടുത്തുവാ. സാരല്ല പോട്ടെ, കുറച്ചോ കണ്ണടി കൂടി കുറച്ചു. മോനെ ഇങ്ങനൊന്ന് ഫോണിന്റെ കൊണ്ട് കളിച്ചു തിരികെ കണ്ണിന് കേടാണ്. ഈ തന്ത വൈബ്. അത് പിള്ളേരൊക്കെ വെറുതെ
ഇവൻ എന്റെ അടുത്തത്തെ കൊറേ കാലായി മുക്കി മുക്കി കളിക്കുന്നേ. വൈബ് എന്താ കൊള്ളാലോ ബ്രോ ബ്രോ ഈലും ഭേദോ ഏട്ടനെ. ഇയാൾക്ക് എന്താണ് ഇരിപ്പുറക്കട്ടെ ശാന്ത ചുംബൻ തന്നെ. കേട്ടില്ലടാ അച്ഛനെ കുറിച്ച് നല്ല മതിപ്പാ. മിക്കവാറും ഇവളെയും ഞാൻ തന്നെ കൊണ്ടുപോകും. അതെ ശുംഭൻ എന്ന മണ്ടങ്ങട്ടർത്ഥം. മോനെ കസേര കസാര നീങ്ങിയപ്പോ വല്ലാത്ത മണോ. അച്ഛനെ കുറിച്ച് എന്തേലൊക്കെ പറ. എന്തേലൊക്കെ പറയടാ. എന്തേലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പറ. അച്ഛനല്ലേ താളവതൊക്കെ ഉണ്ടല്ലോ. പത്തിരി വേണോ? വേണ്ട. എന്നാലും എന്നാല് ഒന്നാവാം. പിടിച്ചോ. ഒന്നിന് രണ്ടിന് മൂന്നിന് നാലിന് അഞ്ചിന് ആറിന് ഏഴിന് എട്ടിന് ഒമ്പതിന് പത്തിരി. സാരില്ല, ഇവിടെ ഒരാളിതാ കൈ കഴുകി വന്നിരിക്കുന്ന. പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇതെന്റെ ഓരോ ഇരട്ടമക്കൾ അയന നയന, നയന അയന. ഇത് ഭീ എന്റെ ഇളയ സന്താനമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അല്ലേ ചോദിച്ചിരിക്കണം. അതെ അതെ വിശ്വാസം അതല്ലേ എല്ലാം. ചോത്താ ഭീമാ. നോ മാൻ മിസ്റ്റർ ബി. ഓഹോ മിസ്റ്റർ ബീനാ. നോ മാൻ മിസ്റ്റർ ബി. അല്ല അച്ഛൻ ഈ ലവ് മാരേജിനോട് വലിയ താല്പര്യമില്ലല്ലേ? ലവ് മാരേജ് ഒക്കെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുക. അറേഞ്ച് ആകുമ്പം ജോലിയൊന്നും ഇല്ലേ, കുഴപ്പമില്ലല്ലോ. വിശ്വസിച്ച് ഏൽപ്പിക്കാലോ. പരിചയപ്പെടുത്തില്ലോ, പരിചയപ്പെടുത്ത. എന്നെ അറിയാലോ, ഞാൻ കല്യാണത്തൊക്കെ അക്ഷത്ത്. ഇതിന്റെ ഫ്രണ്ട് വിഷ്ണു. അപ്പൊ ഇതാരാ? ഓ ഇയാളോ? അത് വിഷ്ണുവിന്റെ ഏട്ടനാ, ആകാശേട്ടനെ. അല്ല ഇനി ചെക്കനും പെണ്ണിനും എന്തേലും പറയാൻ എന്തിനാ മോനെ? അതല്ല സംസാരിക്കാൻ അച്ഛ. മോളെ നീ അവനെ വിളിച്ച് പുറത്തേക്ക് പോ. കുട്ടിക്ക് എന്നെ ഇഷ്ടായോ? എടാ പട്ടി, നീ അല്ല പറഞ്ഞ നിന്റെ ഏട്ടൻ വരില്ലാന്ന്. അത് അച്ഛൻ വിട്ടതാണ് ഏട്ടന്. അല്ല നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണുള്ളത് ഏട്ടനറിയോ? ഏയ് ആർക്കും അറിയില്ല. വിഷ്ണു അത്ര അറിയോ? അല്ല ഇവിടെ ആർക്കും അറിയോ? ഇവിടെ ആർക്കറിയാം. എടാ എന്റെ അച്ഛൻ കുറച്ച് സീനാണ്. അപ്പൊ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് സമീപിക്കണേ. ഏട്ടാ അച്ഛൻ കുറച്ച് സീനാണ്. പാവല്ലേ, വലിയ കിടന്നുണ്ടല്ലോ. വലിയ കുടുംബശ്രീ പാവാണുണ്ടോ? ഞാനേത്തു. ഇങ്ങോട്ട് നോക്കിച്ച്. എന്താ? ഐ ലവ് യു. എടാ നീ ഇപ്പൊ വന്ന് വന്ന് വല്ലാണ്ട് ക്രിഞ്ചാണ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല എന്താ ഒച്ച? അകത്തുനിന്നാണല്ലോ. അയ്യോ ഏട്ടൻ. അയ്യോ അച്ഛൻ, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഏട്ടനെ കൊണ്ടുവരണ്ടാന്ന്. നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഏട്ടന് വേറെ ഒരു ആഗ്രഹമാണ്.
അച്ഛാ അച്ഛന്റെ ആസ് എന്ത് അല്ല അച്ഛന്റെ മാസ് ഈശ്വര ഭഗവാനെ ഫസ്റ്റ് ഡെലിവറിയാ മിന്നിച്ചേക്കണേ. ഈശ്വര ഈ വീടിന്റെ പൊന്നോമന, ഈ വീടിന്റെ നട്ടൽ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ വീടിന്റെ ഐശ്വര്യം. ആ ഈശ്വര. ഞാൻ നോക്കാം. ഇതെന്ത് വി ഷേപ്പിലൊക്കെ? കിളവന്റെ പടി ഇന്നത്തെ ദിവസം പോയി. ഫസ്റ്റ് ഡെലിവറിയാ. ഇയാളെന്ത് ഏട്ടാ ഡെലിവറി. എന്താ ഇവിടെ? ഞാൻ ഡെലിവറി എടുക്കാൻ വന്നതാ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളിട്ട് പെണ്ണിനെ വാങ്ങാൻ വന്നതാ. ഓഫർ ഉണ്ടാ? ഒന്നെടുത്താ ഒന്ന് ഫ്രീ, അങ്ങനെ എന്തെങ്കിലും. എന്താ പോലെ അടിസൈലോ? എന്താ മോനെ ഇപ്പൊ ഫുൾ ഭക്തിയൊക്കെ ഇപ്പം ഭക്തി അല്ലേ ട്രെൻഡിങ്. ഭക്തി ചേച്ചി, നിങ്ങളോ? ചേച്ചി, ഞാൻ നിങ്ങളെ വലിയൊരു ആരാധകനാണ്. കണ്ടതിൽ ഇതിലാണോ മോളെ നീ രാത്രി വരെ കാക്കത്തിട്ടോ വെച്ച് നിൽക്കുന്നേ? ചേച്ചി ജി പേ അല്ലേ? സ്റ്റാച്ചു പറഞ്ഞ കേട്ടില്ലടാ. ആദ്യത്തെ ഡെലിവറിയാടാ, ഒന്ന് പറയടാ. ചേച്ചി ഇൻസ്റ്റയിൽ ഫോളോ ഒക്കെയാണ്. പൊന്നായല്ല ദുരന്ത. ഞാനിത് പൊട്ടണം. അച്ഛൻ നിർത്ത്, അച്ഛൻ നിർത്ത്. ഏട്ടനോ? ഏട്ടനല്ലേ ഞാനിപ്പോ കേട്ടെ. ആരുടെ തന്നെ ഏട്ടൻ? ഞാൻ കള്ളം പറഞ്ഞതാ. ഇവന്റെ ഏട്ടനല്ല, എന്റെ ഏട്ടൻ. താനിതല്ലോട് ആദ്യം പറഞ്ഞേ. ഇങ്ങനത്തെ സ്വഭാവം തന്നെ ഇങ്ങനെയാ ഇവിടുത്തെ കുട്ടീനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുക? എന്റെ സൗണ്ട് ഇങ്ങനെയാ, അതുകൊണ്ട് തന്നെ എന്നെല്ലാരും കളിയാക്കിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ളവരെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണല്ലോ. പക്ഷെ എന്നെ ഇതുവരെ കളിയാക്കാത്തത് എൻ്റെ അനിയൻ മാത്രം. ഞാനൊരു കാര്യം പറയും, ഇവരെ തമ്മിൽ ഇഷ്ടത്തില്ല.
ആരെ എത്താതും ഞങ്ങൾ ഈ കല്യാണം നടത്തും. ഉറപ്പാ. എന്നാ ഞാനത് മുടക്കും. ഞാൻ ഈ കല്യാണം നടത്തും ചെയ്യും. അന്ന് ഞാൻ കസേര ഇയാൾ കുറെ നേരമായല്ലോ കസാര കസാരയിലുണ്ടോ? വിഷ്ണു എന്തോ രണ്ടെണ്ണം കൂടി ഒന്നേ പോയുള്ളൂ. ഇതിൽ ശരി നല്ലിണ്ടാവും. ഉറപ്പാ. അച്ഛാ, ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തില്ല. ഞങ്ങൾ തമ്മിൽ ആർക്കും പിരിക്കാൻ പറ്റില്ല. മീൻസ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അച്ഛൻ്റെ തീരുമാനം എന്താണെങ്കിലും അതനുസരിക്കും. ഇഷ്ടപ്പെട്ട തമ്മിൽ വേറെ പക്ഷെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നു. ഇവർ തമ്മിൽ ഒന്നിക്കുമോ അതോ കാലം ഇവരെ രണ്ടായി വേർതിരിക്കുമോ? കാത്തിരുന്നു കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 കുടുംബവിളക്ക്. അച്ഛ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. നമ്മളെ പിടിച്ചോ. ക്രിക്കുണ്ടത്. ഇനി വിളിച്ചത് അമ്മല്യാണ്ടായ കുട്ടിയാ. പിന്നെങ്ങനാ ഇയാൾ പ്രസവിച്ചോ? അല്ല മോനെ, ഞാനാ നോക്കി വളർത്തിയതേ. അല്ല മോനെ, നിനക്ക് വലിയ ജോലി കൂലിയൊക്കെ ഉണ്ടോ? പിന്നെ ഹോംവർക്ക് വർക്ക് ഫ്രം ഹോമാ. കളി കളിയൊക്കെ വീട്ടിൽ തന്നെ ഒരു ഫ്ലോയിലങ്ങി പറഞ്ഞതാ. 3 മാസം 3 മാസമായിട്ട് അവിടെ വയ്യാതെ നടക്കുന്നു. ഇവരിത് എവിടുന്ന് കുട്ടി വിളിച്ചെന്ന്? പെണ്ണ് കാണാല ഉറപ്പാ. ഉറപ്പാണോ? ഉറപ്പാണ അണ്ണന്റെ പെണ്ണെ തന്നെയാ. നമുക്കിത് കുടിക്കണ്ട. ഒന്ന് വണ്ടി കയറാ. അണ്ണാ കിട്ടുന്നില്ല കേട്ടോ. എടാ വണ്ടി തള്ളടാ. തള്ളുന്നുണ്ട് അണ്ണ. എന്താണ് എന്റെ തോളില്? വാഴക്കൊല അണ്ണ. എടാ അതെന്തിനാ എടുത്തേ? തോളില് വീണതാണ് അണ്ണ. എടാ അതവിടെ വെച്ചിട്ട് വണ്ടി തള്ളടാ. ഓക്കെ അണ്ണ. എടാ അതവിടെ വെച്ച് വാടാ. സോറി അണ്ണ. അണ്ണ പോസ്റ്റർ ഉണ്ടോ? തന്തപ്പടി കുറച്ച് സീന. എടാ അത് ഗ്രാഫിക്സ് അയക്കടാ. ബെല്ലടിക്കണ. എന്തിന് വാ. 3 മാസം അവിടെ വയ്യാതെ നടക്കുന്നു. വേറൊരാളെ ഇവിടെ കെട്ടിപ്പോകാൻ സമ്മതിക്കില്ല. ഇതാണോ മോളെ നിന്നെ പാട്ടുപാടി ശല്യം ചെയ്തോ ശ്രീലേഷ്? അതെ അച്ഛാ. ഇഷ്ടമല്ലേ ഉള്ളിന എന്നോടൊന്നും ഇഷ്ടമല്ലേ. കൊടയൊക്കെ കിട്ടി. എന്നോട് സ്നേഹമുണ്ട്. കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിലും കുറച്ചുകൂടി റൊമാൻറ്റിക് ആയി. മുണ്ട് ഷർട്ട് ആക്രാന്തം കണ്ടാലറിയാം. ബ്രോക്കർ ഇതേതോ കൊച്ചു കേൾക്കാൻ പോടാ. പാൻറ് ഷർട്ട് ഒരൊഴന്ന കളി കണ്ടാലറിയാം. ഇവൻ തന്നെ ചെക്കൻ കൺഫേം. അണ്ണാന്റെ ചെളിക്കടി നോക്കി കൂട്ടി. കണ്ടാ നീയാന്റെ പ്രചോദനം. അണ്ണൻ ചന്തി ഒഴുകണ കയ്യ അവനൊന്ന് കിട്ടിയാണ്ടല്ലോ. അതതിന് വലത്തെ കയ്യാ മോനെ. അങ്ങനെയൊന്നുമില്ല അണ്ണ 2 കൈ കൊണ്ടുണ്ട്. അണ്ണന്മാരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ബാക്കിയുള്ള അണ്ണന്മാരായിട്ടില്ല. ഞാനല്ലേ അടിക്കട്ടെ? സിനിമ കേൾക്കണല്ലേ? വെറുതെ പറഞ്ഞ അച്ഛൻ്റെ അടിച്ചു കൊടുക്കുക. അതൊരു പെട്ടെന്ന് പിടി വെച്ച്. എടാ എന്താ പറയുന്നത്? ഞാനാണ് ചെക്കൻ, ഓളാണ് പെണ്ണ്. അപ്പൊ എന്റെ നഗരല്ല. ഞാനിനെന്താ പെണ്ണാണ് വരണ്ടേ? എന്തിന്? അയ്യോ കണ്ണാ, എന്റെ കണ്ണനോടെ. ഓൻ ആദ്യത്തെ അടിയിലെ ഓതിയല്ലോ. അപ്പൊ എന്താ പോട്ടെ, ഞാൻ പെണ്ണ് കാണാൻ വരാം.
പോട്ടെ. എനിക്കും വേണ്ടടാ ഒരു പെണ്ണാണൊക്കെ. നോ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അത് പൊക്കോത്തെ. അല്ല നിന്റെ ഓണറാകാ. അയ്യോ എന്താ നല്ല ജ്യോതികൾ കൊള്ളാം. ഞങ്ങൾ പോയിട്ട് പിന്നാരാ. അതെ ഈ അയനേനെ അല്ല നയനേനെ സെറ്റാക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വഴികളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതൊക്കെ ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇപ്പൊ പറയാനോടോ ഒന്ന് പറയടോ. അതെ, നീ പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്. എന്നിട്ട് അപ്പൊ നിന്റെ കയ്യിലടിച്ചിട്ടില്ലേനോ ഒന്ന്? അതിലെന്ത് കാര്യടാ? എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നീ UK പോകണമെന്ന് അവളോട് പറ. അപ്പോ അപ്പോൾ നീ ഒരു UK ബോയ് ആണെന്ന് അവൾ അറിയും. എന്നിട്ട് നിന്റെ വഴിയാലെ വരും, എയർപോർട്ട് വരെ നിന്റെ കൂടെ വരും, അവിടുന്ന് പ്രപ്പോസും ചെയ്യും. അതൊക്കെ 2 കേസും കിട്ടി. അല്ല ഇതൊക്കെ നടക്കുവോ? പിന്നെ നടന്ന സംഭവമാണിത്. അതാണ് എവിടെയോ കേട്ടമാരുണ്ട്. നടന്ന സംഭവമുള്ളൂ, പിന്നെ കേൾക്കാണ്ടക്കോ? ഏട്ടാ ഒരു വരോടി വരേണ്ടി വരും. എന്തേ ഇപ്പൊ സെത്താക്കാലോ? അതെ, ഹാപ്പി മാരീഡ് ലൈഫ്. വണ്ടി കേട്ടോ. ഞങ്ങൾ കൊണ്ടുപോകാലോ? വാദാ നിങ്ങൾ പിന്നെ കാണല്ലേ? ഏതാ മോനെ? വാ കേറ്. മോനെ വാദ കേറടാ. അണ്ണ നിങ്ങളോ നിങ്ങളുടെ മുഖത്ത് ലിപ്സ്റ്റിക്കോ? ആടാ, എനിക്ക് ഇവരൊക്കെ കൂടി ഒരു ഉമ്മ വന്ന് എനക്കും തരും. എന്നാ വണ്ടി പിന്നെ അല്ല